രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഈ പ്രപഞ്ച ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും ഞാൻ എന്നിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അഹന്തയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവാത്മാവിനെയാണ് നാം അപ്പോൾ അനുഭവിക്കുന്നത്. നാം എല്ലാം ജീവാത്മാക്കളാണ്. ആ ജീവാത്മാവിനെ പുരുഷൻ എന്നും പറയും. ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പുരുഷൻ. ശരീരം പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പുരുഷൻ. 9 വാതിലുകളുള്ളതായ ശരീരമാകുന്ന പുരത്തിൽ പട്ടണത്തിൽ ഇരിക്കുന്നവൻ പുരുഷൻ. അങ്ങനെ നാം ആകുന്ന ജീവാത്മാവ് ഇതിനുള്ളിലിരിക്കുന്നു. ആ ജീവാത്മാവ് ആരാണ്? പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് നിശ്ചലമാണ്. ആ പരമാത്മാവ് നിർഗുണമാണ്. ആ പരമാത്മാവ് നിരാകാരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളതായ പരമാത്മാവിന് ഈ ജഗത്തിനെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ തന്നെ ശക്തിയായിരിക്കുന്ന മായയെ പ്രവർത്തനക്ഷമമാക്കണം. അങ്ങനെ തൻ്റെ ശക്തിയെ പരമാത്മാവ് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു. അതാണ് സീത. മായ അഥവാ മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ പരമാത്മാവ് പ്രതിബിംബിച്ചു നിൽക്കുന്നു. അതാണ് ജീവാത്മാവ് അഥവാ ലക്ഷ്മണൻ. നാം തന്നെയാണ് ലക്ഷ്മണൻ. നാം ആകുന്ന ജീവാത്മാവ് തന്നെയാണ് ലക്ഷ്മണൻ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രാമൻ ഇരിക്കുന്നു, നിർഗുണ നിരാകാര ബ്രഹ്മം. ആ രാമന് നാം ആകുന്ന ജീവാത്മാവായി ഈ ശരീരത്തെ ഉണ്ടാക്കി ഈ ശരീരത്തെ ഈ പ്രകാരത്തിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കുന്നത് മഹാമായയാകുന്ന സീതയാണ്. അങ്ങനെ ഈ പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ ജീവിതമാകുന്ന കാട്ടിനുള്ളിലേക്ക് രാമൻ പ്രവേശിക്കുന്നത് ഈ പ്രകാരത്തിലാണ്. മുന്നിൽ ജീവാത്മാവ്, നടുക്ക് സീത, പിന്നിൽ രാമൻ. രാമൻ നിശ്ചലനാണ്, കാലത്തിനതീതനാണ്, അതുപോലെ ദേശപരിധികൾക്കും അതീതനാണ്. കാലദേശങ്ങളുണ്ടെങ്കിലേ ചലനമുള്ളൂ, കാലദേശങ്ങളുണ്ടെങ്കിലേ പ്രവൃത്തിയുള്ളൂ. കാലദേശങ്ങൾക്കപ്പുറം കുടികൊള്ളുന്നവനാണ് രാമൻ. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ഈ മായയുടെ അനുഗ്രഹത്താൽ ജീവാത്മാവ് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ മാത്രമാണ് രാമൻ, പരമാത്മാവ്. അങ്ങനെ ദ്രഷ്ടാവ് മാത്രമാണ്. അങ്ങനെ ദ്രഷ്ടാവ് ഈ പ്രപഞ്ചത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ, മായയുടെ ബലത്താൽ ജീവാത്മാവ് എല്ലാം അനുഭവിക്കുന്നു. സുഖമാകലും ദുഃഖമാകലും സകല കർമ്മങ്ങളും നിർവഹിക്കുന്നത് ഈ മായ തന്നെയാണ്. അത് ഞാൻ ചെയ്യുന്നു എന്ന് ജീവാത്മാവ് കരുതുന്നു. മായ ചെയ്യുന്ന കർമ്മങ്ങളെ തൻ്റെ കർമ്മങ്ങളായി ജീവാത്മാവ് കാണുമ്പോഴേക്കും ജീവാത്മാവ് ആ കർമ്മങ്ങളുടെ ഫലമായുള്ള സുഖദുഃഖങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പരമാത്മാവ് തന്നെ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കർമ്മബന്ധനങ്ങളെല്ലാം അകന്ന് കർമ്മനിർമുക്തരായി ആനന്ദസ്വരൂപരായി സകല ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരായി മുക്തരായി പരമാത്മസ്വരൂപരായി അഖണ്ഡ സച്ചിദാനന്ദമായിട്ട് ഏതൊരു ജീവാത്മാവിനും വിരാജിക്കാൻ സാധിക്കും. അതാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്ന പരമമായിരിക്കുന്ന ലക്ഷ്യം. അതിലേക്ക് നമ്മെ നയിക്കുകയാണ് ഈ രാമകഥ. ഇങ്ങനെ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലോ കാട് അതിൻ്റെ സ്വഭാവത്തെ കാണിക്കും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ പ്രകാരത്തിൽ മുന്നോട്ട് പോകാൻ, എന്തിനും തയ്യാറായി മുന്നോട്ട് പോകാൻ, വിഷമസന്ധികളെയെല്ലാം എതിർത്ത് മുന്നോട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പ് മനസ്സിനുണ്ടാകണം എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്.
ഉടനെ തന്നെ കാണപ്പെട്ടു. ഭയങ്കരമായൊരു അലർച്ച, കാട് മുഴുവൻ ഇളകി മറിയുന്നു. പർവ്വതാകാരനായിരിക്കുന്ന ഒരു രാക്ഷസൻ പാഞ്ഞു വരുന്നു. അയാളുടെ വലത് കൈയിൽ ഒരു വലിയ ശൂലമുണ്ട്. 1000 ഭാരം തൂക്കമുള്ള ശൂലമാണ് എന്ന് വാൽമീകി രാമായണത്തിൽ പറയും. അതിൽ മൃഗങ്ങളെയെല്ലാം ജീവനോടുകൂടി കോർത്ത് വച്ചിരിക്കുകയാണ്. ആനകളെ അനേകം, കടുവകളെ, സിംഹങ്ങളെ, അതേപോലെ കാട്ടുപോത്തുകളെ, ഇങ്ങനെ കാട്ടിലുള്ള അനേകം മൃഗങ്ങളെ മുഴുവൻ വേട്ടയാടി അവയെല്ലാം കൊന്നിട്ടില്ല. ജീവനോടുകൂടി ആ ശൂലത്തിൽ കോർത്ത് തനിക്കിനി സ്വസ്ഥമായിരുന്ന് ഭക്ഷിക്കാനുള്ളതാണ് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് മനുഷ്യരുടെ മണം ആ രാക്ഷസൻ തിരിച്ചറിഞ്ഞത്. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് പാഞ്ഞു വരികയാണ്. മനുഷ്യരെയും കൂടി ഇന്ന് ഈ കൂട്ടത്തിൽ ഭക്ഷണമാക്കാമെന്നുള്ള സന്തോഷത്തോടുകൂടി അയാൾ അലറി. രാമനെയും ലക്ഷ്മണനെയും സീതയെയും കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാണ് ചോദിച്ചു. കയ്യിലെ വില്ലും അമ്പും ഇരിക്കുന്നു. എന്നാൽ അതേ അവസരത്തിൽ സന്യാസിമാരെ പോലെ മരവുരി ധരിച്ചിരിക്കുന്നു. കൂടെ സുന്ദരിയായൊരു കന്യകയുണ്ട്. നിങ്ങൾ ആരാണ്? എന്തിനിങ്ങോട്ട് വന്നു? ആ രാക്ഷസൻ അലറിക്കൊണ്ട് ചോദിച്ചു. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ മറുപടി നൽകി. എൻ്റെ പേര് രാമൻ എന്നാണ്. ഈ നിൽക്കുന്നത് എൻ്റെ പത്നിയായ സീതയാണ്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അനുജൻ ലക്ഷ്മണനാണ്. ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ സന്താനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയാൽ ഞങ്ങൾ ഈ കാനനത്തിലേക്ക് വന്നതാണ്. ഈ കാനനം മുഴുവൻ നിന്നെപ്പോലുള്ള ദുഷ്ട രാക്ഷസന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ സജ്ജനങ്ങൾക്ക് ഇവിടെങ്ങും ജീവിക്കാൻ വയ്യാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നെപ്പോലുള്ള രാക്ഷസന്മാരെയൊക്കെ ശിക്ഷിച്ച് ജഗത്രയം രക്ഷിപ്പാനറിയ നീ. നിങ്ങളെല്ലാം വേണ്ടുന്ന പ്രകാരത്തിൽ ശിക്ഷിച്ചിട്ട് 3 ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹാരാജാവിൻ്റെ കൽപ്പനയാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് രാമൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് ആ രാക്ഷസൻ അലറി. വേറെ ആരുമല്ല, അത് വിരാധൻ. അയാൾ ഉറക്കെ അലറി പറഞ്ഞു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിക്കുക, ഈ സ്ത്രീയെയും ഇവിടെ ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ 2 പേരും ഓടിപ്പോയിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടി ഭക്ഷണമാക്കി തരുകും എന്ന് പറഞ്ഞ് അയാൾ അലറിക്കൊണ്ട് ശൂലവും ഓങ്ങി. ആ ശൂലത്തിലും മൃഗങ്ങളെല്ലാം കടന്ന് പിടയ്ക്കുകയാണ്. ശൂലവും ഓങ്ങി രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും മുന്നിലേക്ക് പാഞ്ഞു ചെല്ലാനും രാമൻ ആദ്യം അവൻ്റെ കരങ്ങളെ ഛേദിച്ചു, തുടർന്ന് പാദങ്ങളെ ഛേദിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ ശരീരത്തെ ശിരസിൽ നിന്ന് വേർപെടുത്തി തലയും അറുത്തെറിഞ്ഞു അമ്പുകൾ കൊണ്ട്. നിമിഷമാത്രം കൊണ്ട് വിരാധൻ്റെ കഥ കഴിച്ചു. അപ്പോഴേക്കും ആ ദുഷ്ട രാക്ഷസൻ്റെ ശരീരത്തിൽ നിന്നിട്ട് തേജോമയമായ ഒരു ദിവ്യരൂപം ആകാശത്തിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് രാമനെ സ്തുതിക്കുകയാണ്. ശ്രീരാമ, രാമ രാമ, ഞാനൊരു വിദ്യാധരൻ. വിദ്യാധരന്മാർ ഭൂർലോക നിവാസികളുടെ കൂട്ടത്തിൽപ്പെടുന്നു. യക്ഷന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, വിദ്യാധരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാരൊക്കെ ഭൂർലോക നിവാസികളാണ്. ഭൂലോകത്തിൻ്റെ തൊട്ട് അടുത്ത സൂക്ഷ്മതലം, അതാണല്ലോ ഭൂർലോകം. ആ ഭൂർലോകത്തിൽ വസിക്കുന്ന ഒരു വിദ്യാധരനായിരുന്നു ഞാൻ. ആ സ്ഥാനമഹിമയിൽ അഹങ്കരിച്ചു. അരുതാത്ത കാര്യങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ദുർവാസാവിനെ അവമതിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദുർവാസാവ് നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം. അതുകൊണ്ട് ഞാനിങ്ങനെ രാക്ഷസനായി തീർന്നു. ഞാൻ ഉടനെ തന്നെ ദുർവാസാവിനോട് ശപമോക്ഷം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തന്നു, രാമനെ കാണാനുള്ള അവസരം നിനക്കുണ്ടാകും. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നീ സംഹരിക്കപ്പെടും. ആ അവസരത്തിൽ നിന്റെ ഈ ദുഷ്ടമായിരിക്കുന്ന രാക്ഷസീയമായിരിക്കുന്ന ഉടല് നഷ്ടപ്പെട്ടിട്ട് നീ വീണ്ടും പാപവിമുക്തനായി തീർന്ന്
വിദ്യാധരനായി മാറും എന്ന് മാത്രമല്ല, ഭൂർലോകത്തിൽ നിന്നും പടിപടിയായി ഉയർന്നുയർന്നുയർന്ന് അങ്ങ് പരമാത്മതലം വരെ എത്തിച്ചേരാനുള്ളതായ വഴിയും രാമൻ നിനക്ക് കാണിച്ചു തരും. ഭഗവാനെ, ഋഷി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു. അങ്ങയുടെ അമ്പുകൾ കൊണ്ട് ഈ രാക്ഷസീയമായ ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. അങ്ങ് എനിക്ക് ബന്ധമോചനം നൽകണം. എനിക്കിനി ഇത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം. ഞാനിനി പറയുന്നതെല്ലാം അങ്ങയുടെ സ്തോത്രമായി തീരണം. പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. എൻ്റെ കൈകൊണ്ട് ഇതുവരെ ഞാൻ എന്തെല്ലാം ക്രൂരകർമ്മങ്ങൾ ചെയ്തു, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ ഈ കൈകൾ കൊണ്ട് ചെയ്യുന്നത് അങ്ങയുടെ പാദപൂജയായിരിക്കണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം. എനിക്ക് കേൾക്കാൻ കഴിയുന്നതെല്ലാം ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അങ്ങയുടെ മഹിമയെ പുകഴ്ത്തി സ്തോത്രങ്ങളായി പാടുന്നതായി തീരണം. അങ്ങനെയുള്ള സ്തോത്രങ്ങൾ എനിക്ക് കേൾക്കാനായി സാധിക്കണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം. എനിക്ക് എൻ്റെ ശിരസ് കൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കാനായി കഴിയണം എന്ന് മാത്രമല്ല, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. ആരൊക്കെയാണോ അങ്ങയിൽ സമർപ്പിതമായ ജീവിതം നയിക്കുന്നത്, അവരാണല്ലോ ഭക്തന്മാർ. അവരുടെ ഭൃത്യനായി തീരാനുള്ള മഹാഭാഗ്യം അല്ലയോ രാമ അങ്ങ് എനിക്ക് തന്നരുളണം. അല്ലയോ രാമ, ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കട്ടെ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ച് ഇടായിക. ഈ ലോകത്തിലുള്ള എല്ലാ ജീവന്മാരെയും മോഹിപ്പിച്ച് അത് ഞാനതിൻ്റെ ബന്ധനത്തിലിട്ട് വട്ടം കറക്കുന്ന മായാദേവിയാണ്. ആ മായാദേവി നിന്റെ നിയന്ത്രണത്തിലാണ്. ആ ദേവി ഇനി എന്നെ മോഹിപ്പിക്കരുതേ. അല്ലയോ രാമ, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം. അങ്ങ് ജ്ഞാനസ്വരൂപനായിട്ട് എൻ്റെ ഹൃദയത്തിനുള്ളിൽ വിളങ്ങണം. എൻ്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. അചഞ്ചലമായി അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണം. ഇങ്ങനെ ഉത്തമമായ ഭക്തി വിരാധൻ രാമനോട് അഭ്യർത്ഥിക്കുന്നു. രാമൻ അതുതന്നെ വിരാധന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അനേകം തവണ വ്യക്തിഗതമായ ഭാഷണത്തിലും പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ അവസരത്തിൽ ഓർമ്മ വരുന്നു. അദ്ദേഹം പറയുന്നു, രാമൻ്റെ അമ്പേറ്റ് മരിച്ചവരാരും നരകത്തിൽ പോയിട്ടില്ല. ആരൊക്കെയാണോ രാമൻ്റെ അമ്പേറ്റ് സ്ഥൂല ശരീരത്തെ വെടിഞ്ഞത്, അവരെല്ലാം അവരുടെ പാപം തീർന്ന് മോചനത്തിൻ്റെതായ മാർഗം ഉപരിലോകങ്ങളിലേക്ക്, പരമാത്മതലം വരെ എത്തിച്ചേരാൻ അവസരമൊരുക്കുന്ന ഉപരിലോകങ്ങളിലേക്ക്, ജ്ഞാന വിജ്ഞാന സമ്പന്നമായ പ്രകാശപൂർണമായ ലോകങ്ങളിലേക്ക് ഉയർന്നു പോവുകയാണുണ്ടായത്. രാമൻ്റെ അമ്പേറ്റ് മരിച്ചവരാരും നരകത്തിൽ പോയിട്ടില്ല. രാമായണത്തിൽ ഇനി എത്രയോ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണും. രാമൻ്റെ അമ്പേറ്റ് വീണവരെല്ലാം അവരുടെ രാഷ്ട്രീയമായ ആ ശാരീരിക ബന്ധനങ്ങളിൽ നിന്ന്, അവരുടെ രാഷ്ട്രീയമായ വാസനകളിൽ നിന്നും വിമുക്തരായി ദേവലോകത്തിലേക്കും അതിനപ്പുറത്തേക്കും പോകുന്നതാണ് നമ്മൾ കാണുക. എന്നാൽ രാവണന് സേവ പാടി നടന്നവരോ ജീവിതം മുഴുവൻ അതുതന്നെയാണ് പരമമെന്ന് സേവ പാടി നടന്നവർ നേരെ ചെന്ന് വീഴുക ബന്ധനത്തിലാണ്. അവരവരുടെ തന്നെ ദുഷ്ടമായ വാസനകളുടെ ബന്ധനത്തിൽ. അങ്ങനെ രാമനെ ശരണം പ്രാപിച്ചുകൊള്ളൂ, പരമാത്മാവിനെ ശരണം പ്രാപിച്ചുകൊള്ളൂ, അതാണ് മോചനമാർഗം എന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. ശ്രീരാമചന്ദ്രൻ വിരാധനെ അനുഗ്രഹിച്ചു. വിരാധൻ രാമനെ കൈകൂപ്പി സ്തുതിച്ച്, രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച്, രാമൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് ഉപരിലോകങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. തുടർന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട്, സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അതേപോലെ തന്നെ ആ ദണ്ഡകാരണ്യത്തിൽ തപസ് ചെയ്യുന്ന ഋഷിമാരുടെ എല്ലാവരുടെയും ആശ്രമത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഋഷിമാരെ എല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ആശ്രമങ്ങളിലേക്ക് ചെല്ലുക.
രാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ കഠിനമായിട്ട് തപസ് ചെയ്യായിരുന്നു. അനേക ജന്മങ്ങളിൽ അവർ ചെയ്ത തപസ്സിൻ്റെ ഫലപ്രാപ്തിയാണ് അവിടെ ഉണ്ടാകുന്നത്. പരമാത്മാവ് ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കും, ലോകരക്ഷയ്ക്ക് വേണ്ടി, ത്രേതായുഗത്തിൻ്റെ അവസാനം എന്ന് അറിയുന്നവരായ ഋഷിമാർ രാമൻ ഇതിലേ വരും എന്ന് അറിഞ്ഞിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവിടെ തപസ് ചെയ്യാണ്. ആ ഭഗവാനെ മനുഷ്യരൂപത്തിൽ കാണാൻ, രൂപമില്ലാത്ത ഭഗവാനെ, പേരില്ലാത്ത ഭഗവാനെ, പേരോടുകൂടിയവനായി, രൂപത്തോടുകൂടിയവനായി, രാമനായി, കോദണ്ഡധാരിയായി നേരിട്ട് കാണുന്നതിനു വേണ്ടി, അങ്ങനെ ജീവിതത്തിൻ്റെ പരമമായ സായുജ്യം നേടുന്നതിനു വേണ്ടി അവിടെ തപസ് ചെയ്യാണ്. അവർക്കെല്ലാം ആ തപസ്സിൻ്റെ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് രാമാവതാരം. രാവണവധം അതിലുള്ള ഒരു സംഭവം മാത്രം. അതുമാത്രമല്ല, രാമൻ ചെയ്യുന്നത് അനേക ലക്ഷം കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ കുറേ കാര്യങ്ങൾ ഈ രാമായണത്തിൽ നമുക്ക് എഴുത്തച്ഛൻ കാണിച്ചു തരുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ഗ്രന്ഥത്തിനകത്ത് വർണ്ണിച്ചാൽ തീരില്ല. അനേക ലക്ഷം കാര്യങ്ങളാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ അവതാരത്തിൽ നിർവഹിക്കുന്നത്. അതെല്ലാം, ബാക്കിയെല്ലാം നമുക്ക് ഏത് പ്രകാരത്തിലാണ് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. പ്രമുഖമായിട്ടുള്ളത് മുഴുവൻ നമുക്ക് ഋഷി വാൽമീകി പറഞ്ഞു തരുന്നു, എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നു, കിളിമകൾ പാടിക്കേൾപ്പിച്ചു തരുന്നു. നാളെ രാത്രി 8:30 ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഈ പവിത്രമായിരിക്കുന്ന കഥയിൽ നമുക്കും ഭാഗഭാക്കാകാം. രാമനോടൊപ്പം ജീവിക്കാനുള്ള അവസരമാണിത്. ആ അവസരത്തെ നമുക്ക് സമ്പന്നമാക്കാം. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് രാമായണം വായിക്കുമ്പോൾ രാമായണം അതേ പ്രകാരത്തിൽ സംഭവിക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം അതേ പ്രകാരത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ രാമനോടൊപ്പം ജീവിക്കുവാനുള്ള സുവർണ അവസരം അത് നമുക്ക് ഭംഗിയായി വിനിയോഗിക്കാം. രാമായണം വായിക്കാം, രാമായണത്തെ ആസ്പദമാക്കിയിട്ട് വിചിന്തനം ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളെയും അയൽപക്കക്കാരെയും ബന്ധുജനങ്ങളെയും എല്ലാവരെയും നമ്മുടെ ഈ ചർച്ചാ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കുക, അവരെല്ലാം ഇതിലേക്ക് ക്ഷണിക്കുക. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.